മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് LSS പരീക്ഷ ഇതാ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. എങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ചു സമാന പദങ്ങൾ അല്ലേ, നമുക്ക് അർത്ഥങ്ങൾ, അതിൻ്റെ പര്യായങ്ങൾ അല്ലെങ്കിൽ സമാന പദങ്ങൾ നമുക്ക് എപ്പോഴും പഠിക്കാൻ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ എങ്ങനെ വിൻ ചെയ്യാം എന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും. അപ്പം വിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എളുപ്പ വഴികളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ, നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കൊന്ന് നോക്കാം. സമാന പദങ്ങൾ ഒരു പാട്ടിലൂടെ എങ്ങനെ പഠിക്കാമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാട്ട്, പുതിയ പാട്ടുകളോ പഴയ പാട്ടുകളോ ഏത് പാട്ടും നമുക്ക് എന്ത് ചെയ്യാം, ആ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലേ. അപ്പൊ ഇന്ന് ടീച്ചർ ഉപയോഗിക്കുന്നത് പള്ളി തിരുപ്പള്ളി അതെങ്ങനെയാണ് നമ്മളെ പഠനത്തിലേക്ക് ഉപയോഗിക്കാന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. നമുക്ക് കുറേ സമാന പദങ്ങൾ പഠിക്കാനുണ്ടാവും അല്ലേ. നിലാവിനോട് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലാണ് ഈ പദങ്ങളൊക്കെ ഉള്ളത്. ഇതുപോലെ നമുക്ക് ഓരോ പാഠത്തിലെയും പദങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാം അല്ലേ. ഇത് നോക്കിയേ, അമ്പിളി, തിങ്കൾ, ഇന്ദു, ശശി, സോമൻ, പനിമതി, ശശാങ്കൻ. ചന്ദ്രനെ കുറിച്ചാണ് ഈ വാക്കുകളൊക്കെ, ചന്ദ്രനെ കുറിച്ച് പറയുന്നതാണ്. അമ്പിളി എന്ന് പറയും, തിങ്കൾ എന്ന് പറയും, ഇന്ദു, ശശി, ശശാങ്കൻ, പനിമതി, ഇതൊക്കെ ചന്ദ്രന്റെ പര്യായങ്ങളാണ് കേട്ടോ. അപ്പൊ ചന്ദ്രനെ കുറിച്ച് അറിയാൻ നമുക്ക് ഒരുപാട് പദങ്ങളുണ്ട്. അതുപോലെയാണ് ഓരോ വാക്കിനും നമുക്ക് സമാന പദങ്ങളുണ്ട്. നമുക്ക് ചന്ദ്രന്റെ പര്യായം ഈ പാട്ടിലൂടെ നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ, എളുപ്പത്തില്. അപ്പൊ മനസ്സിലവിടെ നിൽക്കൂലേ, ഇത് നോക്കിക്കോളൂ കേട്ടോ. അമ്പിളി, ഇന്ദു, തിങ്കൾ, സോമൻ, ശശി, ശശാങ്കൻ, പനിമതി എന്നുള്ളതും ചന്ദ്രന്റെ പേരാണല്ലോ. എന്താ? അമ്പിളി, ഇന്ദു, തിങ്കൾ, സോമൻ, ശശി, ശശാങ്കൻ, പനിമതി എന്നുള്ളതും ചന്ദ്രന്റെ പേരാണല്ലോ. അപ്പൊ ചന്ദ്രന്റെ പര്യായ പദങ്ങൾ നമ്മൾ ആ ഒരൊറ്റ വരിയിലൂടെ പഠിച്ചിരിക്കുകയാണല്ലേ. എങ്ങനെയാണ് നമ്മൾ പാടിയത്? അമ്പിളി, ഇന്ദു, തിങ്കൾ, സോമൻ, ശശി, ശശാങ്കൻ, പനിമതി എന്നുള്ളതും ചന്ദ്രന്റെ പേരാണല്ലോ. അതുപോലെ നമുക്ക് മറ്റൊരു ഭൂമി എന്ന് പറയുന്നതിന് ഒരുപാട് സമാന പദങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് വളരെ അധികം ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് അല്ലേ. ഭൂമിയെയും ചന്ദ്രനെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുകൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് പരീക്ഷാ പേപ്പറിലേക്ക് എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പൊ നമുക്കത് പഠിക്കാം അല്ലേ. നോക്കൂ, ഭൂമിയുടെ സമാന പദങ്ങളാണ് ധരാധരണി, ധരിത്രി എന്നും പാരിടം ഭൂതലമെന്നും ഭൂമിക്കുള്ള മറുപേരാണ് നാം ഇതൊന്നും മറക്കല്ലേ. എന്തൊക്കെയാ? ധരാധരണി, ധരിത്രി എന്നും പാരിടം ഭൂതലമെന്നും ഭൂമിക്കുള്ള മറുപേരാണ് നാം ഇതൊന്നും മറക്കല്ലേ. എന്ത് രസാണല്ലേ ഇതിങ്ങനെ ഈ സമാന പദങ്ങൾ ഇങ്ങനെ ഈ ഒരു പാട്ടിന്റെ ഈണത്തിൽ പഠിക്കാൻ പറ്റുന്നത്. ഈ പാട്ടും നമുക്കറിയാം അല്ലേ, അതിന്റെ ഈണവും നമുക്കറിയാം. അപ്പൊ ഈ വരികളിലൂടെ ഈ പദങ്ങളെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം അല്ലെ. ധരാധരണി, ധരിത്രി എന്നും പാരിട ഭൂതലമെന്നും ഭൂമിക്കുള്ള മറുപേരാണ്. മറുപേര് എന്ന് പറഞ്ഞാല് സമാന പദമാണ് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ പര്യായങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ വാനം, വിണ്ണ്, വ്യോമം, ഗഗനം, വിഹായസ്, ആകാശം. എന്താ? വാനം, വിണ്ണ്, വിഹായസ്, ആകാശം അല്ലേ. വ്യോമം, ഗഗനം, ഇതൊക്കെ എന്തിന്റെ പര്യായമാണ്, എന്തിന്റെ സമാന പദങ്ങളാണ്? ആകാശത്തിന്റെ. വാനം, വിണ്ണ്, വ്യോമം, ഗഗനം, വിഹായസ്, ആകാശം. പഠിച്ചില്ലേ? എളുപ്പല്ലേ? അതേപോലെയാണ് ചന്ദ്രിക, കൗമുദി, വെണ്ണീലാവ്, രാത്രി കാണുന്നിലാവാണേ. അങ്ങനെ പഠിക്കാൻ വിഷമമുള്ളതൊക്കെ എന്ത് ചെയ്യാം, പാരൻസിന്റെയും കൂടെ സഹായത്തോടെ നമുക്ക് പാട്ടുരൂപത്തിലാക്കാം. ഇഷ്ടമുള്ള പാട്ടിന്റെ രൂപത്തിലേക്ക് ആക്കി മാറ്റാം കേട്ടോ. ഇത് ടീച്ചർ ഇങ്ങനെ, ഇതിപ്പോ ചന്ദ്രിക, കൗമുദി, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചന്ദ്രിക, കൗമുദി, വെണ്ണീലാവ്, രാത്രി കാണുന്നിലാവാണ്. നിലാവിനുള്ള മറുപേര് സമാന പദങ്ങളാണ് ചന്ദ്രിക എന്നതും കൗമുദി എന്നതും അതുപോലെ വെണ്ണിലാവ് എന്നതും. ഇനി ഇതിൽ കൂടുതൽ വാക്കുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതും കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാട്ടിന്റെ രൂപത്തിൽ പഠിക്കാം കേട്ടോ. എളുപ്പല്ലേ. അതുപോലെ ആനാദന്തി, കരി, ഗജം, ഹസ്തി എന്നത് ആനയാണേ. അങ്ങനെ പറഞ്ഞൂടെ അല്ലേ. ദന്തി, കരി, ഗജം, ഹസ്തി, ആനയ്ക്കുള്ള മറുപേര്. അങ്ങനെയും പാടാം.
ഇത് നിങ്ങൾക്ക് എന്താണോ എളുപ്പം. ആന എന്ന് പറഞ്ഞാൽ ദന്തി എന്ന് പറയും, കരി എന്ന് പറയും, ഗജം എന്ന് പറയും, ഹസ്തി എന്ന് പറയും. ഇതൊക്കെ എന്തിനുള്ള മറുപേരാണ്, എന്തിനുള്ള സമാന പദങ്ങളാണ്? നമ്മുടെ ആനയെ കുറിച്ച് പറയുന്നതാണ് അല്ലേ. പിന്നെയോ മേഘം, കൊണ്ടൽ, മുകിൽ, ജലദം, വാരിദം. ഇതൊക്കെ മക്കളൊന്ന് ചൊല്ലി നോക്കൂ, ഈണത്തിൽ കിട്ടുന്നുണ്ടോന്ന്. ഇല്ലെങ്കിൽ മേഘത്തിന്റെ മറ്റു പദങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അതും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പാലാപ്പള്ളിയുടെ ഈണത്തിൽ അത് ചൊല്ലാട്ടോ. കൊണ്ടൽ, മുകിൽ, ജലദം, വാരിദം എന്നൊക്കെയാണ് ഇതിന്റെ സമാന പദങ്ങൾ കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞ്, പൈതൽ, അർക്കൻ, കുട്ടി. പൈതൽ എന്ന് പറയും, അർഭകൻ അല്ലേ, അർഭകൻ കുട്ടി, അർഭകൻ അർഭകൻ കുട്ടി, പൈതൽ കുഞ്ഞ് അല്ലേ, കുഞ്ഞിന് പറയുന്നതാണ്. അപ്പൊ ഇത്തരം പദങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പാട്ടിന്റെ രൂപത്തിൽ പഠിച്ചെടുക്കാം. നമ്മൾ ചിലപ്പോൾ കോഡൊക്കെ ഉപയോഗിച്ച് പഠിക്കാറില്ലേ. ടീച്ചറ് മറ്റു കോഡുകളും അതുപോലെ തന്നെ ഇത്തരം എളുപ്പ വഴികളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും ബൈ. എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഇതേ ഈണത്തിൽ ഒന്ന് ചൊല്ലി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ ഈണത്തിൽ ഇത്തരം വാക്കുകളൊക്കെ പഠിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. കാണാം കേട്ടോ.